ബെഞ്ചമിൻ സെസ്കോ ബാറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡ്. അതാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ഇതിൽ നടക്കുന്നത്. അവർ തമ്മിലുള്ള യുദ്ധമാണ്. അതും ബെഞ്ചമിൻ സെസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള RB ലീപ്സിഗ് പ്ലെയറിന് വേണ്ടിയിട്ട്. ഓക്കെ, ന്യൂകാസിൽ യുണൈറ്റഡ് അവരുടെ അലക്സാണ്ടർ ഇസാക്ക് എന്തായാലും പോവാണ് എന്നുള്ളത് കൊണ്ട് അവർക്കൊരു സ്ട്രൈക്കറെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ നോട്ടമിട്ടിരുന്നു ഈ ഒരു ബെഞ്ചമിൻ സെസ്കോയിൽ. ഇപ്പോൾ കറൻലി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും ആ ഒരു സ്ട്രൈക്കറിൽ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വരുന്നുണ്ട്, നിങ്ങൾ ചിലപ്പോൾ മേ ബി കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ബെഞ്ചമിൻ സെസ്കോ എന്ന് പറയുന്നത് വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനാണ്. അദ്ദേഹം വളരെ എന്താ പറയുക, നല്ലൊരു സ്ട്രൈക്കറാണ്. അദ്ദേഹം 13 ഗോളും 9 അസിസ്റ്റും RB ലീപ്സിഗിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. 2023 RB ലീപ്സിഗിന് വേണ്ടി അദ്ദേഹം ജോയിൻ ചെയ്തത്. RB ലീപ്സിഗിന് വേണ്ടി അദ്ദേഹം ഡെബ്യൂ ചെയ്ത് തുടങ്ങിയത് 2023. 2029 വരെ ബെഞ്ചമിൻ സെസ്കോക്ക് അവിടെ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് ഇനീഷ്യേറ്റീവ് അല്ലാതെ വേറെ മാർഗ്ഗമില്ല, അത് ആക്ടിവേറ്റ് ചെയ്യാതെ വേറെ മാർഗ്ഗമില്ല. 80 മില്യൺ ആണ് താരത്തിന് റിലീസ് ക്ലോസ് ആയിട്ട് RB ലീപ്സിഗ് വെച്ചിട്ടുള്ളത്. അതും താരത്തിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു റിലീസ് ക്ലോസ് വേണമെങ്കിൽ ആക്കാം. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ അങ്ങനെ ഉണ്ട്. ഓക്കെ, ബെഞ്ചമിൻ സെസ്കോയുടെ കോൺട്രാക്റ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റിലീസ് ക്ലോസ് ആക്കാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിലുള്ളത്. സോ 80 മില്യൺ എങ്കിലും മിനിമം വേണം എന്നുള്ള രീതിയിലാണ് RB ലീപ്സിഗ് ഇപ്പോൾ കറൻലി ബെഞ്ചമിൻ സെസ്കോയുടെ കാര്യത്തിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡ് 80 മില്യൺ ആണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ റെഡിയാണ്. 80 മില്യൺ യൂറോക്ക് ഞങ്ങൾ ആ താരത്തിനെ റെഡിയാക്കാൻ കൊണ്ടുവരാൻ റെഡിയാണ്. അദ്ദേഹമായിട്ട് ഓൾറെഡി ബെഞ്ചമിൻ സെസ്കോയും ന്യൂകാസിൽ യുണൈറ്റഡും ചെറിയ ഡിസ്കഷൻസൊക്കെ, അതായത് പേഴ്സണൽ ഡിസ്കഷൻസൊക്കെ ഓൾറെഡി നടന്നു കഴിഞ്ഞതാണ് എന്നുള്ള രീതിയിലാണ് വാർത്തകളൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെയാണ് ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു കളത്തിലോട്ട് വരുന്നത്. അപ്പോൾ അവരും നമ്മൾ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, ഏതിലോട്ട് പോകും. ഓക്കെ, ഈ ഒരു ബാറ്റിൽ എവിടെ അവസാനിക്കും, ബെഞ്ചമിൻ സെസ്കോ എങ്ങോട്ടൊക്കെ പോകും, ഹിസ്റ്ററി നോക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് പോകും, അതോ അദ്ദേഹം ആദ്യം അദ്ദേഹത്തോട് അപ്രോച്ച് ചെയ്ത ന്യൂകാസിൽ യുണൈറ്റഡിലോട്ട് പോവോ ഇല്ലേ, അതെന്തായാലും നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നോക്കാം എന്തായാലും ഏതിലേക്കായിരിക്കും പോവുക എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് പബ്ലിക് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹാഷ്ടാഗാണ് സെൽ വിനി കീപ് റോഡ്രിഗോ. അതായത് റോഡ്രിഗോയോട് റയൽ മാഡ്രിഡ് ടീം പറഞ്ഞു, താങ്കൾക്ക് വേണമെങ്കിൽ ഈ ഒരു സീസണിൻ്റെ എൻഡോട് കൂടി, ഈ ഒരു സീസൺ കഴിഞ്ഞാൽ വേണമെങ്കിൽ റയൽ മാഡ്രിഡ് വിട്ട് പോവാം എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. ഓക്കെ, ഫെബ്രുവരി റൊമാനോ അടക്കം കൺഫേം ചെയ്തിരുന്നു. ആ ഒരു സമയത്താണ് സെൽ വിനി കീപ് റോഡ്രിഗോ എന്നുള്ള ഈ ഒരു ഹാഷ്ടാഗ് വന്നത്. അതായത് വിനീഷ്യസ് ജൂനിയറിൻ്റെ കോൺട്രാക്റ്റും പരിപാടികളൊക്കെ ആയിട്ട് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ ഓൾറെഡി അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ പോയി കാണുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രാക്ട് ഇഷ്യൂ ഉള്ളത് കൊണ്ട് പലരും പറയുന്നുണ്ട് വിനീഷ്യസ് ജൂനിയറിനെ അങ്ങോട്ട് സെല് ചെയ്യുക, റോഡ്രിഗോനെ കീപ്പ് ചെയ്യുക, റോഡ്രിഗോനെ ഒരു ലെഫ്റ്റ് വിങ്ങിൽ റയൽ മാഡ്രിഡിന് വേണ്ടി അങ്ങോട്ട് കളിപ്പിക്കുക. ഓക്കെ, ആ ഒരു രീതിയിലും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്ന പ്ലെയർ 52 മത്സരങ്ങളിൽ നിന്നും 21 ഗോളും 15 അസിസ്റ്റും കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിന് വേണ്ടി അദ്ദേഹം നേടിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ സീസൺ ഞാൻ പറയണ്ട, അദ്ദേഹത്തിൻ്റെ ഫോമിൻ്റെ ഏറ്റവും പീക്ക് സീസണാണ്. കഴിഞ്ഞ സീസൺ എല്ലാവരും പറയുന്നത് എന്താണ്, വിനീഷ്യസ് ജൂനിയർ വളരെ പുവറായിട്ടാണ് കളിച്ചത്. എന്നിട്ടും അദ്ദേഹത്തിന് 40ൻ്റെ അടുത്ത് ഗോൾ കോൺട്രിബ്യൂഷൻസ് വിനീഷ്യസ് ജൂനിയറിനുണ്ട്. റോഡ്രിഗോൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 51 മത്സരങ്ങളിൽ നിന്നും 14 ഗോളും 9 അസിസ്റ്റും ഉള്ളൂ. ശരിയാണ്, ചില മാച്ചസിലൊന്നും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അവസാനമൊക്കെ ആയ സമയത്ത് അദ്ദേഹത്തിന് ഫീവർ ഇഷ്യൂസ് വന്നതുകൊണ്ട് കാർലോ ആൻസലോട്ടി സ്റ്റാർട്ടിംഗ് ആയിട്ട് വന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫോം ചെറുതായിട്ട് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത് റയൽ മാഡ്രിഡിൻ്റെ എപ്പോഴും ഒരു മെയിൻ ഘടകം തന്നെയാണ് ഇപ്പോൾ കറണ്ട് റയൽ മാഡ്രിഡ് സ്ക്വാഡിൽ. ഓക്കെ, അദ്ദേഹത്തെ വെച്ച് പ്രോപ്പറായിട്ട് സാബി അലൻസോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസലോട്ടിയെ പോലെ തന്നെ ഒരു മാസ്റ്റർ പീസ് ആവാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയുന്നത്. പിന്നെ ചെറിയ ഈഗോ ഇഷ്യൂസും റയൽ മാഡ്രിഡ് ടീമിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും റോഡ്രിഗോ മോശം പ്ലെയറാണ് എന്നല്ല കേട്ടോ പറയുന്നത്. റോഡ്രിഗോയും ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ തന്നെയാണ്, വിനീഷ്യസ് ജൂനിയറും ഒരു വേൾഡ് ക്ലാസ് പ്ലെയറാണ്. പക്ഷേ കഴിഞ്ഞ സീസണിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ വിനീഷ്യസ് ജൂനിയറാണ് ഒരു വടി മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യം. ഓക്കെ, അപ്പോൾ വിനീഷ്യസ് ജൂനിയറിനെ സെല്ല് ചെയ്യുക, റോഡ്രിഗോനെ കീപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലല്ല. അത് എന്താണെന്ന് വെച്ചാൽ അവർ ആയിക്കോളും, അറിയില്ല. എന്തായാലും ഇപ്പോൾ കറൻലി റോഡ്രിഗോനോടാണ് റയൽ മാഡ്രിഡ് ടീം നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം, സാബി അലൻസോയുടെ പ്ലാനിൽ താങ്കൾ വേണമെന്ന് നിർബന്ധമില്ല എന്നുള്ള രീതിയിൽ അറിയിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം എന്തായാലും. താങ്ക് യു സോ മച്ച്.